ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുട്ടി കിടക്കുന്ന ഫാമായത്. ഈ ഫാമിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും എല്ലാം. എന്നിട്ട് ഞങ്ങൾ കണ്ട ഫാമിൽ കൂടെയൊക്കെ പോയി കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഞങ്ങളിവിടെ ഇറങ്ങിയത് ഇവിടെ കറക്റ്റ് ബ്ലൂബെറി റാസ്ബെറി പിക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ട സൂര്യകാന്തി പൂ ഉണ്ട്, അവിടെ ഒരു സൂര്യകാന്തി പൂവിൻ്റെ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ അവർ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങളിപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യം, ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്. ആരും കൂടി ഇതുവരെ കോഴീനെ കണ്ടിട്ടില്ല. അപ്പോൾ കോഴിയുടെ ഒച്ചയൊക്കെ കേൾപ്പിക്കും, കോഴിയുടെ പടമൊക്കെ കണ്ടിയുമ്പോൾ കൊക്കോ എന്നൊക്കെ വെക്കും. അപ്പോൾ ഇന്ന് ആര്യക്കുട്ടിനെ ആ കോഴി ഫാമിൽ ഇറക്കി. ഞങ്ങൾ ഇവിടെ കോഴിക്ക് നമ്മൾക്ക് തീറ്റയൊക്കെ നമുക്ക് തന്നെ എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 25 സെൻറ്റ് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കോഴിക്ക് ഫീഡൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആര്യക്കുട്ടി അവിടെ നിന്ന് കോഴീനെ ഫീഡൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റാസ്ബെറി ബ്ലൂബെറി പിക്ക് ചെയ്യാനായിട്ട് പോയി. ഞങ്ങൾ സ്ട്രോബെറി പിക്ക് ചെയ്യാവുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോയും ഷോർട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റാസ്ബെറി പിക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. അപ്പോൾ താങ്ക് യു.